ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. വ്ലോഗിങ് ചെയ്യുന്നവർ പ്രൊഫഷണലായിട്ടല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക്, അത്യാവശ്യം പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇവരെല്ലാം ചോദിക്കുന്നൊരു കാര്യമാണ് സോണിയുടെ ക്യാമറകൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ ഏത് ക്യാമറ വാങ്ങാൻ പറ്റും? അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സോണിയുടെ ഒരു 50,000 രൂപ മുതൽ 48,000 രൂപ മുതൽ 1,26,000 രൂപ വരെ വിലയ്ക്ക് കിട്ടാവുന്ന 6 ഏറ്റവും ബെസ്റ്റ് ക്യാമറകൾ ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഒരു ലോഗിങ് ക്യാമറകളിൽ നിന്നാണ്. സോണിയാണ് ഏറ്റവും കൂടുതൽ ലോഗിങ് ക്യാമറകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. എളുപ്പത്തിൽ അറിയാൻ പറ്റും. ZV എന്ന സീരീസിൽ എന്ന് പറഞ്ഞ സീരീസിൽ തുടങ്ങുന്ന ക്യാമറകൾ എല്ലാം ലോഗിങ്ങിന് വേണ്ടിയുള്ള സോണിയുടെ ക്യാമറകളാണ്. അതുപോലെ ഉള്ള ഒരു ക്യാമറയാണ് ZV-1F എന്ന് പറയുന്നൊരു ക്യാമറ. ഇതൊരു തുടക്കക്കാർക്ക് വേണ്ടിയുള്ളൊരു ക്യാമറയാണ്. ഏകദേശം 48,000 രൂപ വില വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു ക്യാമറയാണ് ZV-1F. അവിടെ നിന്നാണ് നമ്മുടെ സോണി ക്യാമറകൾ, മിറർലെസ് ക്യാമറയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുകളിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ZV-E10 എന്നൊരു ക്യാമറയുണ്ട്. 62,000 63,000 ആ റേഞ്ചിൽ കിട്ടുന്നൊരു ക്യാമറയാണ്. ഒരു മിഡ് റേഞ്ച് ലോഗിങ്ങിന് പറ്റിയൊരു ക്യാമറയാണ്. സോണിക്ക് ഇതിന് മുകളിൽ 4-5 ക്യാമറകൾ സീരീസിൽ മാത്രമുണ്ട്. പിന്നെ പല സീരീസിലായിട്ട് മാർക്കറ്റിൽ ഏകദേശം 28ഓളം ക്യാമറകൾ സോണിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ നാളുകളായിട്ട് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ക്യാമറയുണ്ട് സോണിയിൽ. അത് 6-on-00 എന്നൊരു ക്യാമറയാണ്. വിത്ത് ലെൻസാണ് വരുന്നത്. നേരത്തെ ബോഡി മാത്രമായിട്ടും ഈ ക്യാമറ ലഭ്യമായിരുന്നു. ഇപ്പോൾ ഇത് വിത്ത് ലെൻസാണ് വരുന്നത്. 80,000 രൂപ വിലയുള്ളൊരു ക്യാമറയാണ്. ഈ സീരീസിൽ 6-on-00 ഉണ്ട്, 6-5-00 ഉണ്ട്, 6-6-00 ഉണ്ട്, 6-7-00 ഉണ്ട്. ഇത്രയും ക്യാമറകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനേക്കാൾ തൊട്ട് മുകളിൽ തന്നെയാണ് 6-4-00 വരുന്നത്. അതിൻ്റെ ബോഡി മാത്രമായിട്ട് ഏകദേശം 80,000 രൂപ വില വരും. ഒരു 50mm ഫുൾ ഫ്രെയിം ലെൻസ് കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം 20,000 1,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, സെമി പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് 6-4-00 എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞ പോലെ 6-5, 6-6, 6-7 കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹയർ എൻഡ് മോഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ്. ഈ 3 മോഡലുകൾ കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു ക്യാമറയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോഡലാണ് 7M3 എന്ന് പറഞ്ഞാൽ. 7M3 നേരത്തെ നല്ല വില ഉണ്ടായിരുന്ന ക്യാമറയായിരുന്നു. പക്ഷേ അതിൻ്റെ സക്സസറായിട്ട് 7M4 വന്നപ്പോൾ സോണി അതിൻ്റെ വില കുറച്ചിട്ട് 1,26,000 രൂപയ്ക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല പ്രൈസിലൊരു ഫുൾ ഫ്രെയിം ക്യാമറ വാങ്ങാനായിട്ടുള്ള ചാൻസാണ് സോണി 7M3. 7M3യോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന, അതേ വിലയ്ക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന വേറൊരു ക്യാമറയാണ് 7C എന്ന് പറഞ്ഞാൽ. 7Cയും ഇതുപോലെ ലോഗേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുതായിട്ട് ഇറക്കിയ 7M3യേക്കാൾ കുറച്ചുകൂടി ഫീച്ചറുള്ള ക്യാമറയാണ്. പക്ഷേ സൈസിൽ 7M3യേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്ക് തോന്നുന്നൊരു ക്യാമറയാണ് 7C. ഇതും ഏകദേശം 1,26,000 രൂപയ്ക്ക് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ZV-1F തുടക്കക്കാരനായിട്ട് ക്യാമറ, അതിൻ്റെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ZV-E10, പിന്നെ നമുക്ക് 6-on-00, ദെൻ 6-4-00, പിന്നെ ഫുൾ ഫ്രെയിമിൽ 7M3 ഉണ്ട്, 7C ഉണ്ട്. ഈ 6 ക്യാമറകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ക്യാമറയാണ്. ഓക്കെ, ബൈ.